ഹലോ നമസ്കാരം. ഞാനിന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും ഇട്ടില്ല. പിന്നെ ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ കിച്ചണാണ്. എൻ്റെ കിച്ചൺ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതെൻ്റെ കിച്ചൺ ഓപ്പൺ കിച്ചണാണ്. അപ്പം ഞാൻ ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഞാൻ കുറേ ചെടികൾ വെച്ച് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചെടികൾ നട്ടാക്കുന്നത്. അപ്പോൾ അടുക്കളയിലുള്ള സ്ഥലത്തെല്ലാം ചെടികൾ നട്ടിട്ടുണ്ട്. ഇത് പിന്നെ എൻ്റെ കിച്ചണിൽ ഡിഷ് വാഷറുണ്ട്. ഞാൻ അതിനകത്താണ് പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് അടുക്കി വയ്ക്കുന്നത്. ഇത് കണ്ട ഇവിടെയും ജനലക്കിൽ ഞാൻ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഒരു ചെറിയ കിച്ചൺ എന്താണ് ഞാൻ വെച്ചേക്കണത്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് ഒരു പ്ലേറ്റ്, ഗ്ലാസ്, 2-3 പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയതാക്കണം. പിന്നെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ പുറത്ത് കഴുകി വെച്ചിട്ട് ഉണങ്ങിയിട്ട് എടുത്ത് അകത്ത് വയ്ക്കും. ഇത് പിന്നെ ഞാൻ 2 പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ഒന്ന് ഇത് കോക്കനട്ട് ഓയിലും ഇത് സൺഫ്ലവർ ഓയിലുമാണ്. സൺഫ്ലവർ ഓയിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും, പൂരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. പിന്നെ കറിക്കൊക്കെ സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു റാക്ക് ഇത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം വേണ്ട നമ്മൾ സ്റ്റവിൻ്റെ അടുത്ത് നിന്നുണ്ട്, വേറെ എങ്ങും പോകാതെ എടുക്കാൻ വേണ്ടി ഒരു മസാല ബോക്സ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ചതച്ച മുളക്, പിന്നെ നെയ്യ്, ഉപ്പ്, മുളക് പൊടി, പിന്നെ ചായപ്പൊടി, പഞ്ചസാര, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കണേ. പിന്നെ ഇതാണ് എൻ്റെ സ്റ്റൗ. ഇവിടെയാണ് ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥലം ഇവിടെയാണ്. കണ്ടോ, പിന്നെ ഇവിടെ കുറച്ച് വലിയ അലമാരികൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് പാത്രങ്ങളും ഉണ്ട്. ഇതുപോലെ കുറേ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ ഒരു അലമാരി ഉണ്ട്. അതിനകത്ത് അത്യാവശ്യം ഡപ്പികൾ, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം.